അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഹായ് ലേണേഴ്സ്, ഔറത്തോം ക ദർജ എന്ന പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളുടെ മഹത്വം. ഏ മാവോ, അമ്മമാരെ, ബഹനോ, സഹോദരിമാരെ, ബേട്ടിയോ, പെൺകുട്ടികളെ, ദുന്യാക്കി സീനത്തും സെഹെ, ഈ പ്രപഞ്ചത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നിങ്ങളിലൂടെയാകുന്നു. മുൽക്കോം കി ബസ്തി തുമേം ഹോ, രാജ്യങ്ങളുടെ ബസ്തി ജീവിതം എന്ന് പറയുന്നത് തുമേം ഹോ, അത് നിങ്ങളാണ്. കൗമോം കി ഇസ്സത്ത് തുംസെ ഹെ, സമൂഹങ്ങളുടെ ഇസ്സത്ത്, അഭിമാനം, അന്തസ് തുംസെ ഹെ, അത് നിങ്ങളിലൂടെയാണ്. തും ഗർ കി ഷഹ്സാദിയാം ഹോ, നിങ്ങൾ വീടുകളുടെ രാജകുമാരികളാണ്, രാജകുമാരിമാരാണ്. ഷെറോം കി ആബാദിയാം ഹോ, പട്ടണങ്ങളുടെ അന്തേവാസികളാണ്, അവിടുത്തെ പോപ്പുലേഷൻ നിങ്ങളാണ്. ഒംഗീം ദിലോം കി ഷാദിയാം, ദുഃഖം നിറഞ്ഞ മനസ്സുകളുടെ സന്തോഷം അത് നിങ്ങളാണ്. ദുഃഖ സുഖമേം റാഹത്ത് തുംസേഹെ, ദുഃഖസുഖങ്ങളിൽ റാഹത്ത് സമാധാനം തുംസേഹെ, അത് നിങ്ങളിലൂടെയാണ്. ദുഃഖ സുഖങ്ങളിലുള്ള ആശ്വാസം, സമാധാനം അത് നിങ്ങളിലൂടെയാണ്. ഇതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് എടുത്തത്. ഇനി തും ഹോത്തോ ഒർബത്ത് ഹേ വത്തൻ, തും ഒർബത്ത് ഹോത്തോ, ഒർബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാസം, വിദേശം എന്നൊക്കെ പറയാല്ലേ. സ്വന്തം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വിദൂരത്താവുന്ന അവസ്ഥ. തും ഒർബത്ത് ഹോത്തോ, നിങ്ങൾ വിദേശത്താണെങ്കിൽ പോലും അല്ലെങ്കിൽ പ്രവാസത്തിലാണെങ്കിൽ പോലും വത്തൻ ഹേ, അത് രാജ്യമാകുന്നു. അതായത് നിങ്ങൾ എവിടെ ചെന്നാലും അത് സ്വന്തം നാടാക്കി മാറ്റാനുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് സ്ത്രീകൾക്കുണ്ട് എന്നർത്ഥം. എവിടെ പോയാലും പെട്ടെന്ന് ആളുകളോട് പരിചയപ്പെടാനും സഹവസിക്കാനുമുള്ള ഒരു സ്കില്ല് സ്ത്രീകൾക്കുണ്ട്. തും ബിൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട്, നിങ്ങളെ കൂടാതെ എന്നാണ് അർത്ഥം. അപ്പോൾ തും ബിൻ, നിങ്ങളെ കൂടാതെ, വീരാനേ ചമൻ ഹേ, അപ്പോൾ അങ്ങനെ പറയാം. അതിൻ്റെ നെസ്ർ തുംബിൻ, നിങ്ങളെ കൂടാതെ, ചമൻ പൂന്തോട്ടം, വീരാനാഹേ എന്താണ്? ഒഴിഞ്ഞതാണ് എന്ന് നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ വിജനമാണ് എന്ന് നമ്മൾ പറയില്ലേ, അതിനാണ് വീരാന എന്ന് പറയാം, വിജനമാണ്. അപ്പോൾ തുംബിൻ വിത്തൗട്ട് യു, നിങ്ങളെ കൂടാതെ, ചമൻ പൂന്തോട്ടം, വീരാനാഹേ എന്താണ്? വിജനമാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ സ്ത്രീകളെല്ലാം പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളാണ്, അല്ലെ, കുസുമങ്ങളാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ സ്ത്രീകളില്ലെങ്കിൽ പൂന്തോട്ടങ്ങളൊക്കെ വിജനമാണ് എന്നാണ് പറയുന്നത്. ഹോ ദേശ് യാ പർദേശ്, ജീനെ കി ഹലാവത്തും സെഹേ, ഹോ ദേശ് യാ പർദേശ്, സ്വന്തം ദേശമാവട്ടെ അല്ലെങ്കിൽ വിദേശമാവട്ടെ, ജീനെ കി ഹലാവത്ത്, ജീവിക്കാനുള്ള ഹലാവത്ത്, മാധുര്യം, അല്ലെ, സ്വീറ്റ്നെസ്, അത് തുംസേഹ, അത് നിങ്ങളിലൂടെയാണ്. സ്ത്രീകളിലൂടെയാണ് ജീവിക്കാനുള്ളൊരു മാധുര്യം കിട്ടുന്നത്. നേക്കി കി തും തസ്വീർ ഹോ, ഇഫത്ത് കി തും തദ്ബീർ ഹോ, അതിൻ്റെ നസ്ർ ഇങ്ങനെ. തും നേക്കി കി, നിങ്ങൾ, നേക്കി എന്ന് പറഞ്ഞാൽ എന്താ? നന്മ. തും നേക്കി കി, നിങ്ങൾ നന്മയുടെ, തസ്വീർ ഹോ ചിത്രങ്ങളാണ്. തും ഇഫത്ത് കി തദ്ബീർ ഹോ, തും നിങ്ങൾ, ഇഫത്ത് കി പവിത്രതയുടെ അല്ലെങ്കിൽ ചാരിത്രശുദ്ധിയുടെ, തദ്ബീർ ഹോ പ്ലാൻ നിങ്ങളാണ്. തദ്ബീർ എന്ന് പറഞ്ഞാൽ പ്ലാൻ എന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾ ചാരിത്രശുദ്ധിയുടെ, പവിത്രതയുടെ പ്ലാൻ അത് നിങ്ങളാണ്. പിന്നെ അടുത്ത വരെ എന്താ? ഹോ ദീൻ കി തും പാസ്ബാൻ, ഈമാനെ സലാമത്തും സെഹെ, അല്ലെ, തും ദീൻ കി പാസ്ബാൻ ഹോ, അങ്ങനെയാണ് അതിൻ്റെ നസർ. തും ദീൻ കി പാസ്ബാൻ ഹോ, നിങ്ങൾ ഈ ദീനിൻ്റെ, മതത്തിൻ്റെ പാസ്ബാൻ ഹോ, എന്താണ്? കാവൽക്കാരാണ്. പാസ്ബാൻ എന്ന് പറഞ്ഞാൽ കാവൽക്കാരൻ. അപ്പോൾ നിങ്ങൾ ദീനിൻ്റെ കാവൽക്കാരാണ്. ഈമാനെ സലാമത്ത് തുംസേഹെ, ഈമാൻ സലാമത്താകുന്നത് തുംസേഹെ, അത് നിങ്ങളിലൂടെയാണ്. ഈമാനിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് നിങ്ങളിലൂടെയാണ്. ഒരു ഭാര്യ ഭർത്താവിനെ സംരക്ഷിക്കുന്നു, ഒരു ഉമ്മ തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നു. അങ്ങനെ ഈമാനിൻ്റെ സലാമത്ത് നിങ്ങളിലൂടെയാണ്. ഫിത്രത്ത് തുമാരി ഹേ ഹയാ തീനത്ത് മേം ഹേ മിഹ്റോ വഫ, തുമാരി ഫിത്രത്ത്, നിങ്ങളുടെ പ്രകൃതി എന്ന് പറയുന്നത് ഹയാ ഹേ, അത് ലജ്ജയാണ്.
നെസറാക്കി വെക്കണം കേട്ടോ. കവിത എന്ന് പറയുന്നത് ഒരു പദ്യരൂപത്തിലാണ്, അതിനെ നമ്മൾ ഗദ്യമാക്കണം. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ പറയാം, തുമാരി ഫിത്രത്ത്. അങ്ങനെ ഫസ്റ്റ് തുമാരി എന്ന് വായിക്കണം. തുമാരി ഫിത്രത്ത് ഹയാ എ, നിങ്ങളുടെ ഫിത്രത്ത് എന്ന് പറയുന്നത്, പ്രകൃതി എന്ന് പറയുന്നത്, ഹയാ ഹെ, അത് ലജ്ജയാണ്. തീനത്ത് മേം മീറോ വഫാ ഹെ. അപ്പോൾ തുമാരി തീനത്ത് മേം, തീനത്ത് എന്ന് പറഞ്ഞാലും ഈ പ്രകൃതി, തുമാരി തീനത്ത് മേം, നിങ്ങളുടെ പ്രകൃതിയിലുണ്ട്, നാച്ചുറലുണ്ട്, മെഹ്റോ വഫ. മെഹ്റോ വഫ എന്ന് പറഞ്ഞാൽ സ്നേഹവും സത്യസന്ധതയും. മെഹ്റോ വഫ, മെഹർ എന്ന് പറഞ്ഞാൽ സ്നേഹം, വഫ എന്ന് പറഞ്ഞാൽ സത്യസന്ധത, ഹോണസ്റ്റി, അല്ലെങ്കിൽ വാഗ്ദാനം പൂർത്തീകരിക്കലൊക്കെ എന്ന് പറയാം. അപ്പം നിങ്ങളുടെ പ്രകൃതിയിൽ ഇണങ്ങി ചേർന്നതാണ് സ്നേഹവും വാഗ്ദാനം പൂർത്തീകരിക്കലും. പിന്നെയോ ഗുട്ടി മേം ഹേ സൊബറോ റിസ, ഇൻസാനെ ഇബാരത്തും സേ ഹേ, അല്ലേ? ഗുട്ടി മേ ഹേ സൊബറോ റിസ. ഗുട്ടി മേം ഹോന എന്ന് പറഞ്ഞൊരു വാക്കാണ്, പ്രകൃതിയാവുക. ഗുട്ടി മേം ഹോന എന്ന് പറഞ്ഞാൽ പ്രകൃതിയാവുക, സ്വഭാവമായി മാറുക. അപ്പോൾ എങ്ങനെ പറയാ? തുമാരെ ഗുട്ടിമേം സൊബുറോ റിസാഹെ, അല്ലേ? നിങ്ങളുടെ പ്രകൃതിയിൽ എന്തുണ്ട്? സൊബുറോ, ക്ഷമയും, റിസാഹെ, സംതൃപ്തിയുമുണ്ട്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ സ്വഭാവമായി ക്ഷമയും അതുപോലെ തൃപ്തിയും എന്ത് ചെയ്തിരിക്കുന്നു? മാറിയിരിക്കുന്നു. ഇൻസാനെ ഇബാരത്തും സേഹെ, മനുഷ്യൻ്റെ ഇബാറത്ത്, ഒരു എക്സാമ്പിൾ, ഉദാഹരണം, തുംസേ, അത് നിങ്ങളിലൂടെയാകുന്നു. മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇബാറത്ത്, ഒരു എക്സാമ്പിൾ, അത് നിങ്ങളായിരിക്കുന്നു. ഇൻസാനെ ഇബാറത്ത് തുംസേ ഹേ. മൂനിസ് ഹോ ഹാവിന്തോം കി തും, ഓം ഹാർ ഫർസന്തോം കി തും, അല്ലേ? തും, നിങ്ങൾ, ഹാവന്തോം കി, ഹാവന്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഭർത്താക്കന്മാർ, അല്ലേ? ഹസ്ബൻഡ്. തും ഹാവന്തോം കി, നിങ്ങൾ ഭർത്താക്കന്മാരുടെ, മോനിസ് ഹോ, പ്രേമഭാചനങ്ങളാണ്, ഇഷ്ടപ്പെടുന്നവരാണ്. മോനിസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നവൻ. അപ്പോൾ നിങ്ങൾ ഭർത്താക്കന്മാരെ, തും ഹാവിന്തോം കി, നിങ്ങൾ ഭർത്താക്കന്മാരുടെ, മോനിസ് ഹോ, പ്രേമഭാചനങ്ങളാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരാണ്. ഓം ഹാർ ഫർസന്തോം കി തും, തും നിങ്ങൾ, ഫർസന്തോം കി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ, ഓം ഹാർ ഹോ, എന്താണ്? ദുഃഖമകറ്റുന്നവരാണ്. ഓംഹാർ എന്ന് പറഞ്ഞാൽ ദുഃഖമകറ്റുന്നവൻ എന്നാണ് അർത്ഥം. ഓക്കെ. തും ബിൻ ഹേ ഗർ വീരാനെ സബ് ഗർഭർ മേം ബർക്കത്തും സേ ഹേ. എന്താ പറയുന്നത്? തുംബിൻ, മുമ്പ് വന്നു അല്ലേ? തുംബിൻ, വിത്തൗട്ട് യു, നിങ്ങളെ കൂടാതെ, സബ് ഗർ, എല്ലാ വീടും എന്താണ്? വീരാനാഹേ, എന്താകുന്നു? വിജനമാകുന്നു. ഗർബർമേം, വീട്ടിൽ മുഴുവൻ, ബർക്കത്തും സെഹെ, ബർക്കത്ത് നിങ്ങളിലൂടെയാകുന്നു. വീട്ടിൽ മുഴുവൻ ബർക്കത്ത് അത് നിങ്ങളിലൂടെയാകുന്നു. തും ആസുഹോ ബീമാർക്കി, തും ബീമാർക്കി, നിങ്ങൾ രോഗികളുടെ ആസുഹോ, പ്രതീക്ഷയാകുന്നു. ആസ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. ഡാറസ് ഹോ തും ബേക്കാർക്കി, തും ബേക്കാർക്കി, നിങ്ങൾ അവഗണിക്കപ്പെട്ടവൻ്റെ, ബേക്കാർ എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്തവൻ, അവഗണിക്കപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥം. അപ്പോൾ തും ബേക്കാർക്കി, നിങ്ങൾ അവഗണിക്കപ്പെട്ടവൻ്റെ, ഡാർസ് ഹോ, ഡാർസ് എന്ന് പറഞ്ഞാൽ ധൈര്യം എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ അവഗണിക്കപ്പെട്ടവൻ്റെ ധൈര്യമാകുന്നു, അല്ലേ? സ്ത്രീകൾ എന്ന് പറയുന്ന ഏത് ഭർത്താവിൻ്റെയും, ഒന്നുമില്ലാത്ത ഭർത്താവിൻ്റെ ഒക്കെ ഒരു ധൈര്യമായി, പിന്തുണയായി വർത്തിക്കുന്നത് അത് സ്ത്രീകളാകുന്നു. അപ്പോൾ തും ബേക്കാർക്കി ഡാർസ് ഹോ, നിങ്ങൾ അവഗണിക്കപ്പെട്ടവൻ്റെ, ഡാർസ് ഹോ, ധൈര്യമാകുന്നു. ദൗലത്ത് ഹോ തും നാദാർക്കി, തും നാദാർക്കി, നിങ്ങൾ പാവപ്പെട്ടവൻ്റെ, ദൗലത്ത് ഹോ, എന്താകുന്നു? സമ്പത്താകുന്നു. നാദാർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ. അപ്പോൾ അതിൻ്റെ ഗദ്യം ഇങ്ങനെ, തും നാദാർക്കി, നിങ്ങൾ പാവപ്പെട്ടവൻ്റെ, ദൗലത്ത് ഹോ, സമ്പത്താകുന്നു. ഉസ്രത്ത് മേം ഇഷ്റത്ത് തും സേഹേ, പ്രയാസത്തിലുള്ള, ഉസ്രത്ത് മേം എന്ന് പറഞ്ഞാൽ പ്രയാസം, ഉസ്രത്ത് മേം പ്രയാസത്തിലുള്ള, ഇഷ്റത്ത് ഒരു ഒരു ആശ്വാസം, അത് തുംസേഹെ, അത് നിങ്ങളിലൂടെയാകുന്നു. അപ്പോൾ പ്രയാസങ്ങളിലുള്ള ആശ്വാസം, ഇഷ്റത്ത് എന്ന് പറഞ്ഞാൽ ആശ്വാസം, തുംസേഹെ, നിങ്ങളിലൂടെ ആകുന്നു. അൽതാഫ് ഹുസൈൻ ഹാലി എഴുതിയ ഒന്നാമത്തെ പാഠം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്
മറ്റു കാര്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.